സ്വാമിജി, കേരളം ഇന്ത്യയിലാണോ അതോ പാലസ്തീനിലാണോ? ഈ സംശയം ഉണ്ടാകാൻ കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ നിരവധി സർക്കാർ തലത്തിൽ തന്നെ നിരവധി പരിപാടികൾ നടക്കുകയാണ്. മീഡിയ അക്കാഡമി ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ ജില്ലാ കലോത്സവം, സർഗോത്സവം എന്ന പേരിൽ കോഴിക്കോട് നടക്കുകയാണ്. കോഴിക്കോട് ജില്ലയുടെ ഇവിടെയൊക്കെ ഈ വേദികൾക്ക് പേരിട്ടിരിക്കുന്നത് പരിപാടികൾ ഒക്കെ ഈ പാലസ്തീനുമായി ബന്ധപ്പെട്ടതാണ്. വേദികളുടെ പേര് വേദി 1 പാലസ്തീൻ, വേദി 2 ഗാസ, വേദി 3 വെസ്റ്റ് ബാങ്ക്, ഇങ്ങനെയൊക്കെയാണ് പേരുകൾ ഇട്ടിരിക്കുന്നത്. പരിപാടികളുമൊക്കെ ഇത്തരത്തിൽ ഈ പാലസ്തീന് വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നതാണ്. സത്യത്തിൽ ഇത് പാലസ്തീൻ അല്ല, ഹമാസിനാണ്. ആ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കേരളം സത്യത്തിൽ ഇന്ത്യയിലാണോ അതോ പാലസ്തീനിലാണോ? ഇത് കുറേ കാലമായിട്ടുള്ള ഒരു പ്രവണതയാണ്. നമുക്ക് സംശയമൊന്നുമില്ല, ഇന്ത്യയിൽ തന്നെയാണ് കേരളം. അങ്ങേക്ക് ഓർമ്മയുണ്ടാകും, ചരിത്രത്തിൽ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം തുർക്കിയിലിരിക്കുന്ന ഖലീഫയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിൻ്റെ പേരിലാണ് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ലഹളയുണ്ടാക്കിയിട്ടുള്ളത്. അങ്ങ് തുർക്കിയിൽ കിടക്കുന്നതാണ്. അതിന് കയ്യും മെയ്യും മറന്ന് ഉത്സാഹം കൂട്ടിക്കൊടുത്ത് പിന്തുണ കൂട്ടിക്കൊടുത്ത് സമരസജ്ജമാക്കാൻ വേണ്ടി ഓടി നടന്നത് അന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കുന്ന കോൺഗ്രസും, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കോൺഗ്രസും അനുബന്ധമായിട്ടുള്ള അന്നത്തെ സംഘടനകളും നേതാക്കളും ഒക്കെ തന്നെയാണ്. സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഈ ഹമാസിയൻ പ്രക്ഷോഭം ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് പറഞ്ഞതുപോലെ പലസ്തീൻ പ്രക്ഷോഭമല്ല ഇതൊരു ഹമാസിയൻ പ്രക്ഷോഭമാണ്. ഇത് ഖിലാഫത്ത് പ്രക്ഷോഭത്തിന് മറ്റൊരു സമാനമായിട്ട് ഭാരതത്തിൽ നടക്കുന്നതാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം ഭാരതത്തിൽ നടന്നതാണ് എങ്കിൽ ഹമാസിയൻ പ്രക്ഷോഭം നടക്കുന്നതും ഭാരതത്തിലാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്ന കാലഘട്ടത്തിൽ കേരളം ഭാരതത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോഴും കേരളം ഭാരതത്തിലാണ്, ഇവിടെയല്ല, പലസ്തീനിലല്ല. പക്ഷേ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇരകൾ അന്നത്തെ ഹിന്ദുക്കളായിരുന്നുവെങ്കിൽ ഹമാസിയൻ പ്രക്ഷോഭത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ഇരകൾ ഇവിടുത്തെ ഹിന്ദു സമൂഹവും ഇതര ന്യൂനപക്ഷ സമൂഹങ്ങളുമായിരിക്കും, യാതൊരു സംശയവുമില്ല. പലസ്തീൻ എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ ചെറിയ ഒരു സംവിധാനം മാത്രമാണ്. പലസ്തീൻ്റെ ചരിത്രമൊക്കെ നോക്കിയാൽ അവരുടെ അവകാശവാദങ്ങൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ എങ്കിൽ പോലും ഭാരതം പശ്ചിമേഷ്യയുമായിട്ടുള്ള നല്ലൊരു ബന്ധത്തിന് വേണ്ടിയിട്ട് പല നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ട്. അത് എല്ലാ കാലത്തും കൈക്കൊള്ളാൻ വേണ്ടി കഴിയില്ല. നയതന്ത്രത്തിലെ മാറ്റം അനുസരിച്ച് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും. അല്ലാതെ ആത്യന്തികമായിട്ടുള്ള നീതിയും ധർമ്മവും അറബികളുടെ ഭാഗത്ത് ഉള്ളത് കൊണ്ടല്ല ഭാരതം പഴയ കാലഘട്ടത്തിലും ഈ ഒരു തീരുമാനത്തിൽ ഒരു പിന്തുണ കൊടുത്തിട്ടുള്ളത്. മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന മുന്നിൽ വെച്ചുകൊണ്ടാണ് ദുരാഷ്ട്രവാദത്തെ അംഗീകരിച്ചത്. അതെ, മാനുഷികമായിട്ടുള്ള ഒരു പരിഗണന മുന്നിൽ വെച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഭാരതത്തിൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു നയം എന്നുള്ളത് നിലപാട്. അതെ, പക്ഷേ ഭാരതത്തിന് ഇന്ന് അറബ് രാജ്യങ്ങളെ പോലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ബന്ധം ഇസ്രായേലുമായിട്ട് ഉണ്ട്. അതുകൊണ്ട് ബന്ധം എന്നുള്ളത് രണ്ടാമത് മാത്രമേ നിൽക്കുന്നുള്ളൂ. പിന്നെ മാനുഷിക പരിഗണന നോക്കുമ്പോൾ അറബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുണ്ടങ്ങ് കൊടുത്ത് വഴുതനങ്ങ വാങ്ങിക്കുന്ന പരിപാടിയാണ്. അതിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് ഭാരതത്തിന് ഉണ്ട്. നിങ്ങൾക്ക് മാനുഷികമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒപ്പം നിൽക്കാൻ ഞങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളിൽ വില കൽപ്പിക്കുന്നവരായിരിക്കണം. ഇസ്രായേലി ബന്ദികളെ ഇതുവരെയും വിട്ടുകൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ആത്യന്തികമായിട്ടും ഈ ഒരു കാര്യമുള്ളത് കൊണ്ട് ചില നിർണായകമായിട്ടുള്ള ചുവടുമാറ്റങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് സംശയിക്കാവുന്ന ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് സമീപകാലത്ത്. അതുകൊണ്ട് ഭാരതത്തിലെ സർക്കാർ പലസ്തീനെതിരാണ്, പലസ്തീനല്ല എതിര്, ഹമാസിനാണ് എതിര്, പലസ്തീനെതിരാണ് എന്നുള്ള ഒരു പ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുകയാണ്. പണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു അങ്ങേരെ പുറത്താക്കിയെങ്കിൽ ഭാരതം അനുകൂലിക്കുന്ന ഇസ്രായേലാണ് ഈ ഹമാസിനെ പുറത്താക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ലോജിക്ക്. ചരിത്രം ആവർത്തിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഇരകളാരായിരിക്കും?
ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഇരകൾ ഹിന്ദുക്കളും ഇവിടെയുള്ള ഇതര ന്യൂനപക്ഷങ്ങളും. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല തട്ടിലായിട്ട് പല ഘട്ടങ്ങളിലായിട്ടും. ഇപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രചരണ തന്ത്രം യുപിയിലൊക്കെ കൊണ്ടുവന്നു. ഇപ്പോൾ ഈ എന്തിനാണ് ഈ ദിവസങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. കാരണം അവിടെ നിരവധി ഘോഷയാത്രകൾ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഘോഷയാത്രകൾ പോകുന്ന എല്ലാ വഴിക്കും റോഡ് താഴ്ത്തി കെട്ടിരിക്കുക ബാനർ. എങ്ങനെ ഒരു പ്ലോട്ട് പോയാലും അത് കീറും മുറിയും പൊട്ടും. അപ്പോൾ ഒരു അടി ലഹള കലാപം ഇത് ആണ്. ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യുന്നവർ പറയണ്ടാവും. പക്ഷെ ഇത് ആസൂത്രിതമായിട്ടുള്ള ജിഹാദി ഭീകരവാദ സംഘടനകളുടെ ഒരു പദ്ധതിയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ഇന്നലെയും ഇന്നും തൊട്ട് 2-ാം തീയതി വരെ ഈ നവരാത്രി കാലത്ത് കേരള മീഡിയ അക്കാദമി ഒരു പരിപാടി നടത്തുകയാണ്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ KUWJ ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ, ടാഗോർ തിയേറ്റർ, മാനവീയം വീതി എന്നിവിടങ്ങളിലൊക്കെ ആയിട്ടാണ് പരിപാടി നടത്തുന്നത്. അതിൻ്റെ ആസൂത്രണം പരിശോധിച്ചാൽ, അതിൻ്റെ ബ്രോഷർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ ബ്രോഷർ പരിശോധിച്ചാൽ, അതിൻ്റെ വർണ്ണവിന്യാസം പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ടും പലസ്തീനിയൻ പൊളിറ്റിക്സ് അല്ലെ ഹമാസിയൻ പൊളിറ്റിക്സ് വളരെ പ്രതിഫലിക്കുന്ന ഒരു ബ്രോഷറാണ്. പലസ്തീനിയൻ പൊളിറ്റിക്സ് അല്ലെ ഹമാസിയൻ പൊളിറ്റിക്സ് ഇപ്പോൾ രണ്ടും കൂടെ ഒന്നായിട്ട് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ പോലും, അവിടെയുള്ള കുഞ്ഞുങ്ങൾ പോലും പറയുന്ന ഭാഷ ഈ ഹമാസിൻ്റെ ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് വേർതിരിച്ച് പറയണമെന്ന് പോലും നമുക്ക് തോന്നാത്ത മട്ടിലാണ് അത് ലയിച്ച് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹമാസിയൻ പൊളിറ്റിക്സ് ലീനമായി കിടക്കുന്ന ഒരു ബ്രോഷറാണ് ആ ബ്രോഷർ. അതിൻ്റെ പേരുകൾ ശ്രദ്ധിക്കുക. പാലസ്തീൻ അംബാസഡർ പങ്കെടുക്കുന്നു പരിപാടിയിൽ, മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുക്കുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുത്തിട്ട് ഫോട്ടോയൊക്കെ കണ്ടു. ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈ ദിവസങ്ങൾ എന്തിനു തിരഞ്ഞെടുത്തു? ഈ ദിവസങ്ങൾ തിരഞ്ഞെടുത്തോട്ട്, വേദികൾ തിരഞ്ഞെടുത്തോട്ട്, മുഖ്യ പ്രഭാഷകരെ തിരഞ്ഞെടുത്തോട്ട്, അതിലെ പ്രഭാഷകരെയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ആളുകളാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ ഇതുപോലെ തന്നെ കട്ടിംഗ് സൗത്ത് പരിപാടി സംഘടിപ്പിച്ചു കേരള മീഡിയ അക്കാദമി. ചെറിയ കാര്യമല്ല അവർ ചെയ്യുന്നത്. അവരവിടെ അഡ്മിഷൻ കൊടുത്ത് പഠിപ്പിച്ച് വിടുന്ന ആളുകളുടെ ചില കൂട്ടങ്ങളായിട്ടുള്ള ആളുകളുടെയൊക്കെ ഫീസ് ഒന്നിച്ചടക്കുന്ന ചില സംവിധാനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ട് കാലങ്ങളായി. ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഏജൻസികളുണ്ട് എന്ന് തോന്നുന്നില്ല. സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തമുള്ളൊരു സ്ഥാപനമാണ് കേരള മീഡിയ അക്കാദമി എന്ന് പറയുന്നത്. അതെ, ഇതുപോലെ തന്നെയാണ് യുവജനോത്സവങ്ങൾ, കലോത്സവങ്ങൾ, ഇതെല്ലാം നടക്കുമ്പോൾ എന്താ പേര്? ഈ പലസ്തീൻ, റാമള്ള, ജെറുസലേം. ലോകത്ത് ഇതിനേക്കാളൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങൾ നടക്കുന്ന ഏരിയ ഉണ്ട്. ഈ പലസ്തീനിലൊക്കെ നടക്കുന്നതിനേക്കാളും മാരകമായിട്ടുള്ള സംഘർഷങ്ങൾ നടക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അവരോടൊന്നും ഐക്യപ്പെടാൻ പറ്റാത്ത ആളുകൾ, അല്ലെങ്കിൽ അവരോടൊന്നും ഐക്യപ്പെടാൻ വേണ്ടിയിട്ട് മനസ്സ് കാണിക്കാത്ത ആളുകൾ ഈ പലസ്തീനോട് ഐക്യപ്പെടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അത്യുത്സാഹം എന്നുള്ളത് അത് അത്ര നിഷ്കളങ്കമല്ല. ഇതിന് പിന്നിൽ മറ്റൊരു വലിയ ഒരു അജണ്ടയുണ്ട്. അതായത് ശരിക്കും പറഞ്ഞ ഒരു പലസ്തീനിയൻ ജ്വരം വളർത്തി വികസിപ്പിച്ചുകൊണ്ട്, പലസ്തീനിയൻ ജ്വരം, ഈ ഹമാസിയൻ ജ്വരം. ഈ കഴിഞ്ഞ ദിവസം വലിയ അഭിമാനപൂർവ്വമാണ് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഈ പലസ്തീൻ അംബാസഡർ എന്ന് പറയുന്ന മഹാൻ പങ്കെടുത്തത്. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് കൊല്ലപ്പെട്ട ഒരു ഹമാസിന്റെ മുതിർന്ന നേതാവ് മലപ്പുറത്ത് ഓൺലൈനിൽ പ്രസംഗിച്ച് കഴിഞ്ഞ വർഷം നമ്മൾ സംസാരിച്ച് രംഗം കണ്ടു. അപ്പോൾ ഹമാസ്, പലസ്തീൻ, ഇതൊക്കെ ഇവിടെ വളരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയമാണ്. ശരിക്കു പറഞ്ഞാൽ ഇതെല്ലാം ഖത്തറിൽ ചെന്ന് എത്തിയിരിക്കുന്ന മലയാളികളായിട്ടുള്ള തീവ്രവാദികളിലൂടെ പ്രസരിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതിനൊക്കെ വലിയ സാമ്പത്തിക പിന്തുണയും സഹായങ്ങളും ഉണ്ട്. ഈ കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ അന്വേഷിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടായ്മ, അവരുടെ സർഗോത്സവം. ആ സർഗോത്സവത്തിന്റെ വേദികളുടെ പേര് എന്താണ്? ഗാസ, റാമല്ല, പലസ്തീൻ, ജെറുസലേം, ഇതൊക്കെ തന്നെ. ഇതാണ് ഇപ്പോഴത്തെ. അതിന്റെ വർണ്ണവിന്യാസം ശ്രദ്ധിക്കണം. ഈ പച്ചയും ചുവപ്പും ഇങ്ങനെയുള്ള ഒരു വർണ്ണവിന്യാസം അത് ഒരു ഐക്കണായിട്ട് പതിപ്പിച്ച് എടുത്ത് ഒരു പ്രതീതി ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്താ അതിനെ പറയുക, ഒരു അന്തരീക്ഷ സൃഷ്ടി ഉണ്ടാക്കുക, ഒരു പര്യാവരണ സൃഷ്ടി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരു എക്കോസിസ്റ്റം. അപ്പോൾ ഇതിൽ മുന്നേ തന്നെ ഇതിനെ ജമാഅത്ത് ഇസ്ലാമിയാണ് അത്യുത്സാഹം ചെയ്യുന്നത്. PFIയും മോശമൊന്നുമല്ല. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെച്ച കേരളത്തിലെ ചില കോൺഗ്രസ് പക്ഷത്തുള്ള ആളുകൾ ഇന്ന് കുരുക്കിലായി കിടക്കുകയാണ്. ചില യുവ നേതാക്കളൊക്കെ ഇന്ന് കുരുക്കിലായി കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ അതിജീവിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും വേണം. അപ്പോൾ ഈ ഭാഗത്തുണ്ടോ വെച്ചാൽ ഈ ഭാഗത്തും ഉണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ശക്തികൾ വളർത്തിയെടുക്കുക. ഒരു രാഷ്ട്രീയാതീതമായിട്ട്
മേഖലാതീതമായിട്ട്, ഇപ്പോൾ പത്രപ്രവർത്തന മേഖലയിൽ മാത്രമല്ല, കലാസാംസ്കാരിക രംഗത്ത് എല്ലാ മേഖലകളിലും അതെ. ഇത്തരത്തിലുള്ള ശക്തികൾക്ക് മേൽക്കൈ ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു സജ്ജീകരണമാണ് അല്ലെങ്കിൽ ഒരു ചിന്താധാര ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. പഴയ ഖിലാഫത്ത് പ്രക്ഷോഭത്തിന് സമാനമായിട്ട് ഒരു ഹമാസിയൻ പ്രക്ഷോഭത്തിൻ്റെ വേരിറക്കത്തെ കണ്ട് പ്രതിവിധികൾ ചെയ്തില്ല എങ്കിൽ, കരുതിയിരുന്നില്ല എങ്കിൽ വലിയ ദുരന്തം, ഒരു വലിയ ആഭ്യന്തര പ്രശ്നം ഭാരതത്തിൽ സംജാതമാകാൻ വേണ്ടി പോകുന്നു. ഇതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.